ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ, IPRലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഹോളോഗ്രാമുകളെക്കുറിച്ച് പറയാം. Hologram. ഇന്ന് സാങ്കേതികവിദ്യ നമ്മുടെ നിയമത്തെക്കാളും അവബോധത്തെക്കാളും ചിലപ്പോൾ നമ്മുടെ ഭാവനയെക്കാളും വേഗത്തിൽ പുരോഗമിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു ശക്തവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ സാങ്കേതികവിദ്യയാണ് ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ. പലർക്കും ഹോളോഗ്രാം എന്ന വാക്ക് ഇപ്പോഴും സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നു. എന്നാൽ സത്യം, ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ ഇതിനകം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. നമ്മുടെ തിരിച്ചറിയൽ കാർഡുകൾ, ബാങ്ക് നോട്ടുകൾ, പാസ്പോർട്ടുകൾ, പാക്കേജിംഗ്, ഡാറ്റാ സെൻറ്ററുകൾ, മെഡിക്കൽ ഇമേജിംഗ്, പ്രതിരോധ സംവിധാനങ്ങൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പോലും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ സാങ്കേതികവിദ്യയുടെ നേട്ടങ്ങളും അപകട സാധ്യതകളും ഉയർത്തിക്കാട്ടുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ എന്താണ്? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? അതിൻ്റെ തരങ്ങൾ, യഥാർത്ഥ ഉപയോഗങ്ങൾ, ഹോളോഗ്രാഫിക് ഡാറ്റ സംഭരണം, സെക്യൂരിറ്റി ഹോളോഗ്രാഫി, ഇമേജ് ആർക്കൈവിംഗ്, ഏറ്റവും പ്രധാനമായി തട്ടിപ്പുകൾ, ആൾമാറാട്ടം, ഐഡൻറ്റിറ്റി മോഷണം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, തെറ്റായ വിവരങ്ങൾ, ഉയർന്നുവരുന്ന സൈബർ ഫിസിക്കൽ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റവാളികൾ ഈ സാങ്കേതികവിദ്യയെ എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ദീർഘവും വിശദവുമായ ചർച്ചയാണ്. നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നും ആരംഭിക്കാം. സാധാരണയായി ലേസർ സൃഷ്ടിക്കുന്ന പ്രകാശത്തിൻ്റെ ഇടപെടൽ ഉപയോഗിച്ച് 3D ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും സംഭരിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ഒരു രീതിയാണ് ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ. പ്രകാശത്തിൻ്റെ തീവ്രത മാത്രം പിടിച്ചെടുക്കുന്ന സാധാരണ ഫോട്ടോഗ്രാഫുകളിൽ നിന്നും വ്യത്യസ്തമായി ഹോളോഗ്രാമുകൾ പ്രകാശത്തിൻ്റെ തീവ്രതയും വിവരങ്ങളും രേഖപ്പെടുത്തുന്നു. വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ ചിത്രം ത്രിമാനമായി കാണാൻ ഇത് അനുവദിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഒരു ഹോളോഗ്രാം ഒരു ചിത്രം മാത്രമല്ല, ഇത് ഒരു വസ്തു യഥാർത്ഥ സ്ഥലത്ത് പ്രകാശത്തെ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് എൻകോഡ് ചെയ്ത് പ്രകാശ വിവരങ്ങളാണ്. അതുകൊണ്ടാണ് ഹോളോഗ്രാമുകൾ ഫ്ലോട്ട് ആയി കാണപ്പെടുന്നതും കാഴ്ചക്കാരൻ നീങ്ങുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നതും ആഴം കാണിക്കുന്നതും. ഭൗതികശാസ്ത്രം, ഓപ്റ്റിക്സ്, ലേസർ സാങ്കേതികവിദ്യ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹോളോഗ്രാഫി. ഒരിക്കൽ വൻതോതിലുള്ള ലാബറട്ടറി സജ്ജീകരണങ്ങൾ ആവശ്യമുള്ളത് ഇപ്പോൾ ഒതുക്കമുള്ളതും വാണിജ്യപരവും പോർട്ടബിളുമായി തീർന്നിരിക്കുന്നു. ഇത് തെറ്റായ കൈകളിൽ ശക്തവും അപകടകരവുമാകുന്നു. ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ ഒരൊറ്റ സംവിധാനമല്ല, ഇതിനെ ഒന്നിലധികം തരങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു. 1. ട്രാൻസ്മിഷൻ ഹോളോഗ്രാം. ഇവ ലേസർ ലൈറ്റ് ഉപയോഗിച്ചാണ് കാണുന്നത്. ഇവ കൂടുതലും ശാസ്ത്രീയവും ഗവേഷണപരവുമായ പരിതസ്ഥിതികളിൽ ഉപയോഗിക്കുന്നു. അവ സങ്കീർണവും തനിപ്പകർപ്പാക്കാൻ പ്രയാസമുള്ളതുമാണ്. ഇത് അവയെ സുരക്ഷിതത്വവും എന്നാൽ ചെലവേറിയതുമാകുന്നു. റിഫ്ലക്ഷൻ ഹോളോഗ്രാംസ് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന
ഏറ്റവും സാധാരണമായ ഹോളോഗ്രാമുകളാണ് ഇവ. സാധാരണ വെളുത്ത വെളിച്ചത്തിൽ കാണാൻ കഴിയുന്ന ഇവ സാധാരണയായി കറൻസി നോട്ട്സ്, ക്രെഡിറ്റ് കാർഡുകൾ, തിരിച്ചറിയൽ കാർഡുകൾ, പാസ്പോർട്ടുകൾ, ഉൽപ്പന്ന ലേബലുകൾ എന്നിവയിൽ കാണപ്പെടുന്നു. 3. റെയിൻബോ ഹോളോഗ്രാംസ്. കള്ളനോട്ട് തടയുന്നതിന് ഉപയോഗിക്കുന്ന വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോളോഗ്രാമുകളാണ് ഇവ. ചരിഞ്ഞിരിക്കുമ്പോൾ അവ ഒന്നിലധികം നിറങ്ങൾ പ്രദർശിപ്പിക്കുകയും അവയുടെ കുറഞ്ഞ ചെലവും ഉയർന്ന ദൃശ്യപരതയും കാരണം വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. 4. വോളിയം ഹോളോഗ്രാംസ്. ഈ വിവരങ്ങൾ ഉപരിതലത്തിൽ മാത്രമല്ല വസ്തുക്കളിലുടനീളം സംഭരിക്കുന്നു. നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഹോളോഗ്രാഫിക് ഡാറ്റ സംഭരണത്തിൽ ഇവ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 5. ഡിജിറ്റൽ ഡൈനാമിക് ഹോളോഗ്രാമുകൾ. കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത ഹോളോഗ്രാമുകളാണ് ഇവ. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ലൈവ് ഹോളോഗ്രാഫിക് പ്രൊജക്ഷനുകൾ, A1 ജനറേറ്റ് ചെയ്ത വിഷ്വൽ സിമുലേഷനുകൾ എന്നിവയിലാണ് പ്രധാനമായും ഉപയോഗിച്ച് വരുന്നത്. ഈ ചലനാത്മക ഹോളോഗ്രാമുകൾ അപ്ഡേറ്റ് ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ വിദൂരമായി പ്രക്ഷേപണം ചെയ്യാനോ കഴിയും. അവ അങ്ങേയറ്റം ശക്തവും ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതുമാണ്. ഫോട്ടോ സെൻസിറ്റീവ് ക്രിസ്റ്റലുകൾക്കോ പോളിമറുകൾക്കോ ഉള്ളിൽ ലേസർ ബീമുകൾ ഉപയോഗിച്ച് വൻതോതിൽ ഡാറ്റ സംഭരിക്കുന്നതിനുള്ള ഒരു നൂതന രീതിയാണ് ഹോളോഗ്രാഫിക് ഡാറ്റ സംഭരണം. ഉപരിതലങ്ങളിൽ ഡാറ്റ സംഭരിക്കുന്ന ഹാർഡ് ഡ്രൈവുകൾ അല്ലെങ്കിൽ SSD പോലുള്ള പരമ്പരാഗത സംഭരണ ഉപകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹോളോഗ്രാഫിക് സംഭരണം മാധ്യമത്തിൻ്റെ അളവിലുടനീളം ഡാറ്റ രേഖപ്പെടുത്തുന്നു. വളരെ ഉയർന്ന ഡാറ്റ ഡെൻസിറ്റി, വേഗത്തിലുള്ള വായന, എഴുത്ത്, ദീർഘകാല ആർക്കൈവൽ സംഭരണം, കാന്തിക ഇടപെടലിനുള്ള പ്രതിരോധം എന്നിവ സവിശേഷതകൾ ഇതിനുമുണ്ട്. സർക്കാർ ആർക്കൈവുകൾ, സൈനിക ഇൻ്റലിജൻസ്, ബഹിരാകാശ ദൗത്യങ്ങൾ, മെഡിക്കൽ രേഖകൾ, ബാങ്കിംഗ്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് ഹോളോഗ്രാഫിക് ഡാറ്റ സംഭരണം ഗവേഷണം ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്നിരുന്നാലും വിലപ്പെട്ട വിവരങ്ങൾ ഉള്ളിടത്ത് ക്രിമിനൽ താൽപ്പര്യവുമുണ്ട്. നിയമ സംവിധാനങ്ങൾ ഇപ്പോഴും നിർവചിക്കാൻ പാടുപെടുന്ന ഉയർന്നുവരുന്ന ഭീഷണികളാണ് അനധികൃത ആക്സസ്, ഡാറ്റ കൃത്രിമത്വം, ചാരവൃത്തി, ഹോളോഗ്രാഫിക് സിസ്റ്റങ്ങളിലെ ഡാറ്റ മോഷണം എന്നിവ. 6. സുരക്ഷാ ഹോളോഗ്രാഫി. വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് തടയുന്നതിനാണ് സെക്യൂരിറ്റി ഹോളോഗ്രാഫി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൃത്യമായി പകർത്താൻ പ്രയാസമുള്ളതിനാൽ ഈ ഹോളോഗ്രാമുകൾ വിഷ്വൽ ആതൻറ്റിക്കേഷൻ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു. കറൻസി, പാസ്പോർട്ടുകളും വിസകളും, സർക്കാർ തിരിച്ചറിയൽ കാർഡുകൾ, മെഡിസിൻ പാക്കേജിംഗ്, ആഡംബര സാധനങ്ങൾ, ഇലക്ട്രോണിക് മുതലായവയിൽ ഇവ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇവിടെ അസുഖകരമായ സത്യം ഇതാണ്: ഒരു സുരക്ഷാ സംവിധാനവും ശാശ്വതമായി സുരക്ഷിതമല്ല. കുറ്റവാളികൾ വികസിക്കുന്നു. സംഘടിത ക്രൈം നെറ്റ്വർക്കുകൾ ഇപ്പോൾ മനുഷ്യൻ്റെ കണ്ണിനെ വഞ്ചിക്കുന്ന വ്യാജ ഹോളോഗ്രാമുകൾ സൃഷ്ടിക്കാൻ ഓപ്റ്റിക്കൽ എഞ്ചിനീയർമാർ, ഗ്രാഫിക് ഡിസൈനർമാർ, AI സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരെ നിയമിക്കുന്നു. ചില വ്യാജ ഹോളോഗ്രാമുകൾ വളരെ സങ്കീർണമായതിനാൽ പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകൾക്ക് പോലും അവ കണ്ടെത്താൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ്. ഇമേജ് ആർക്കൈവിംഗ് ആൻഡ് മാനിപ്പുലേഷൻ. ഹോളോഗ്രാഫിക് ഇമേജ് ആർക്കൈവിംഗ് നിയമപരമായ തെളിവുകൾ, മെഡിക്കൽ സ്കാനുകൾ, ചരിത്രപരമായ രേഖകൾ, നിരീക്ഷണ ഡാറ്റ മുതലായവ ദീർഘകാലത്തേക്ക് സംഭരിക്കാൻ സഹായിക്കുന്നു. ഇത് ഡാറ്റ സംരക്ഷിക്കാൻ സഹായിക്കുമ്പോൾ തന്നെ ഗുരുതരമായ ആശങ്കകളും ഉണർത്തുന്നു. ആർക്കൈവ് ചെയ്ത ഹോളോഗ്രാഫിക് ഇമേജുകൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ആർക്കൈവ് ചെയ്ത ചിത്രങ്ങൾ മാറ്റാൻ കഴിയുമോ? ഹോളോഗ്രാഫിക് തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ കഴിയുമോ? നിയമപരമായ സന്ദർഭങ്ങളിൽ കുറ്റകൃത്യ രംഗങ്ങളുടെയോ സംഭവങ്ങളുടെയോ ഹോളോഗ്രാഫിക് പുനർനിർമ്മാണം ഒരു ദിവസം തെളിവായി അവതരിപ്പിക്കാം. എന്നാൽ കർശനമായ മാനദണ്ഡങ്ങളില്ലാതെ അത്തരം പുനർനിർമ്മാണങ്ങൾ ധാരണകളെയോ ജൂറികളെയോ പൊതുജന അഭിപ്രായത്തെയോ സ്വാധീനിക്കാൻ കഴിയും. ഹോളോഗ്രാഫിക് അല്ലെങ്കിൽ സ്യൂഡോ ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച യഥാർത്ഥ കേസുകൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. വീഡിയോ കോളുകളിൽ കമ്പനി എക്സിക്യൂട്ടീവുകളെ
ആൾമാറാട്ടം ചെയ്യുക, റിയലിസ്റ്റിക് വിഷ്വൽ പ്രൊജക്ഷനുകൾ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, വ്യാജ പൊതുരൂപങ്ങൾ സൃഷ്ടിക്കുക, നിക്ഷേപകരെയും ജീവനക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുക. ചില തട്ടിപ്പ് കേസുകളിൽ കുറ്റവാളികൾ തങ്ങൾ യഥാർത്ഥ വ്യക്തികളുമായി ഇടപഴകുന്നുണ്ടെന്ന് ഇരകളെ ബോധ്യപ്പെടുത്താൻ അഡ്വാൻസ് പ്രൊജക്ഷനും ഡീപ്പ് ഫേക്ക് അസിസ്റ്റഡ് ഹോളോഗ്രാഫിക് ദൃശ്യങ്ങളും ഉപയോഗിച്ചു. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിച്ചു. വിഷ്വൽ ട്രസ്റ്റ് ഇനി വിശ്വസനീയമല്ലെന്ന് ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നു. കുറ്റവാളികൾ ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ നിരവധി അപകടകരമായ രീതികളിൽ ഉപയോഗിക്കുന്നു. ഐഡൻറ്റിറ്റി തട്ടിപ്പ്, വ്യക്തികളെ ആൾമാറാട്ടം ചെയ്യുന്നതിനായി ഹോളോഗ്രാഫിക് ഓവർലേകൾ അല്ലെങ്കിൽ പ്രൊജക്ഷനുകൾ സൃഷ്ടിക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, രേഖകളിലും കറൻസിയിലും വ്യാജ പരിശോധനാ ഹോളോഗ്രാമുകൾ, സൈബർ കുറ്റകൃത്യം. വിശ്വാസയോഗ്യമായ ദൃശ്യവഞ്ചന സൃഷ്ടിക്കാൻ ഡീപ്പ് ഫേക്ക് AI ഹോളോഗ്രാഫിയെ സംയോജിപ്പിക്കുക. കള്ളക്കടത്തും വ്യാജരേഖകളും, സാധനങ്ങളിൽ വ്യാജ സുരക്ഷാ ഹോളോഗ്രാമുകൾ, തെറ്റായ വിവര പ്രചാരണങ്ങൾ, വ്യാജ പൊതു സന്ദേശങ്ങളോ പ്രത്യക്ഷപ്പെടലുകളോ, നിരീക്ഷണ ഒഴിവാക്കൽ, ക്യാമറകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഹോളോഗ്രാഫിക് പ്രൊജക്ഷനുകൾ ഉപയോഗിക്കുന്നു. ഹോളോഗ്രാഫി, AI സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ സംയോജനം ആധുനിക സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഗുരുതരമായ ഭീഷണികളിൽ ഒന്നാണ്. എന്നാൽ ഇവയ്ക്ക് ഗുണങ്ങൾ ഏറെയാണ്. ഉയർന്ന സുരക്ഷാ ആധികാരികത, വൻതോതിലുള്ള ഡാറ്റ സംഭരണശേഷി, വൈദ്യശാസ്ത്രപരവും ശാസ്ത്രീയവുമായ മുന്നേറ്റങ്ങൾ, മെച്ചപ്പെട്ട ആശയവിനിമയവും ദൃശ്യവൽക്കരണവും, ദീർഘകാല ആർക്കൈവൽ പരിഹാരങ്ങൾ എന്നിവയാണ് അതിൽ ചിലത്. ഇവയുടെ പോരായ്മകളെക്കുറിച്ചും നമുക്ക് നോക്കാം. നടപ്പാക്കലിൻ്റെ ഉയർന്ന ചെലവ്, വ്യാജരേഖകളുടെ സങ്കീർണമായ കണ്ടെത്തൽ, നിയമപരമായ അവ്യക്തത, സ്വകാര്യ അപകട സാധ്യതകൾ, ക്രിമിനൽ ചൂഷണം മുതലായവ അതിൽ പെടുന്നു. സാങ്കേതിക വിദ്യ തന്നെ നിഷ്പക്ഷമാണ്, എന്നാൽ മനുഷ്യൻ്റെ ഉദ്ദേശം അതിൻ്റെ സ്വാധീനത്തെ നിർവചിക്കുന്നു. നിലവിലെ നിയമങ്ങൾ പേപ്പർ രേഖകൾ, ഭൗതിക ഒപ്പുകൾ, പരമ്പരാഗത ഡിജിറ്റൽ രേഖകൾ എന്നിവയ്ക്കായി എഴുതപ്പെട്ടതാണ്. ഹോളോഗ്രാഫിക് ഡാറ്റ ഈ നിർവചനങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു ഹോളോഗ്രാഫിക് ചിത്രം നിയമപരമായി സ്വീകാര്യമായ തെളിവാണോ? ആധികാരികത ഞങ്ങൾ എങ്ങനെ പരിശോധിക്കും? ഹോളോഗ്രാഫിക് തട്ടിപ്പിന് ആരാണ് ഉത്തരവാദികൾ? പുതുക്കിയ നിയമ ചട്ടക്കൂടുകളില്ലാതെ കുറ്റവാളികൾ നിയമങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ പഴുതുകൾ ചൂഷണം ചെയ്യുന്നു. ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ ഭാവിയെ പ്രതിനിധീകരിക്കുന്നു, എന്നാൽ അനിയന്ത്രിതമായി ഭാവി അപകടകരമാകും. സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ സുതാര്യത വേണം. പുതുക്കിയ സൈബർ സാങ്കേതിക നിയമങ്ങളെ പിന്തുണയ്ക്കുക. ദൃശ്യവിവരങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് പരിശോധിക്കുക. ധാർമ്മികമായ പുതുമകൾ പ്രോത്സാഹിപ്പിക്കുക. ഹോളോഗ്രാമുകളുടെ ലോകത്തെ സത്യത്തിന് പരിശോധനയും അവബോധവും ഉത്തരവാദിത്വവും ആവശ്യമാണ്. ലീഗൽ എലിമെൻറ്റ്സ് ഓഫ് ഹോളോഗ്രാഫിക് ഫ്രോഡ്. നിയമപരമായ വീക്ഷണകോണിൽ ഹോളോഗ്രാഫിക് തട്ടിപ്പ് നിർവചിക്കപ്പെടാത്ത കുറ്റകൃത്യമായി കണക്കാക്കില്ല. പുതിയ സാങ്കേതിക വിദ്യയിൽ നിയമം ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല. പകരം ഈ പ്രവർത്തനത്തിന് പിന്നിലെ അമാനുഷിക ഉദ്ദേശവും അതുമൂലമുണ്ടാകുന്ന ദോഷവും നോക്കുന്നു. പേപ്പർ എവിഡൻസസ്, ഫോൺ കോളുകൾ, ഇമെയിലുകൾ അല്ലെങ്കിൽ ഹോളോഗ്രാഫിക് പ്രൊജക്ഷനുകൾ എന്നിവയിലൂടെ വഞ്ചന നടത്തുകയാണെങ്കിലും വഞ്ചനയുടെ നിയമപരമായ ഘടകങ്ങൾ അതേപടി നിലനിൽക്കുന്നു. ഒരു കോടതിയിൽ ഹോളോഗ്രാഫിക് തട്ടിപ്പ് സ്ഥാപിക്കുന്നതിന് ചില ആവശ്യ ഘടകങ്ങൾ വ്യക്തമായി തെളിയിക്കപ്പെടണം. ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം വഞ്ചനയാണ്. ഹോളോഗ്രാഫിക് തട്ടിപ്പിൽ ഒരു വ്യക്തി ഹോളോഗ്രാഫിക് അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തെറ്റായ വിഷ്വൽ അല്ലെങ്കിൽ വെർച്വൽ പ്രാതിനിധ്യം സൃഷ്ടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ വഞ്ചന സംഭവിക്കുന്നു. ഒരു വ്യാജ വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യുക, ഒരു യഥാർത്ഥ വ്യക്തിയായി ആൾമാറാട്ടം നടത്തുക, അല്ലെങ്കിൽ നിലവിലില്ലാത്ത സ്വത്തുക്കളോ ആധികാരികമോ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടാം. ആ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് നൂതന സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വസ്തുനിഷ്ഠമായ തെറ്റായ എന്തെങ്കിലും ഇരയെ വിശ്വസിപ്പിക്കുന്നതിലാണ് വഞ്ചന.
രണ്ടാമത്തെ ഘടകം സത്യസന്ധമല്ലാത്ത ഉദ്ദേശമാണ്. അത് പ്രവൃത്തിയുടെ തുടക്കം മുതൽ തന്നെ നിലനിൽക്കണം. ഇത് നിർണായകമാണ്. ഹോളോഗ്രാം അല്ലെങ്കിൽ വെർച്വൽ ഇൻ്ററാക്ഷൻ സൃഷ്ടിച്ച സമയത്ത് വഞ്ചിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ വഞ്ചന കുറ്റകൃത്യം പൂർത്തിയാകും. പിന്നീടുള്ള പരാജയമോ കഴിവില്ലായ്മയോ പര്യാപ്തമല്ലെന്ന് കോടതികൾ സ്ഥിരമായി വിശ്വസിക്കുന്നു. ഹോളോഗ്രാഫിക് തട്ടിപ്പുകളിൽ വിപുലമായ ആസൂത്രണം, സാങ്കേതിക സജ്ജീകരണം, ആൾമാറാട്ടം എന്നിവയായി സാധാരണയായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സത്യസന്ധതയില്ലായ്മ തെളിയിക്കുന്നു. മൂന്നാമത്തെ ഘടകം പ്രലോഭനമാണ്. ഇതിനർത്ഥം വഞ്ചന കാരണം ഇരയെ സ്വാധീനിക്കുകയോ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്തിരിക്കണം എന്നാണ്. ഹോളോഗ്രാഫിക് തട്ടിപ്പ് കേസുകളിൽ ഇരകൾ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, കരാറുകളിൽ ഒപ്പിടുമ്പോൾ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ഹോളോഗ്രാഫിക് അവതരണവുമായി സംവദിച്ചതിന് ശേഷം പദ്ധതികളിൽ നിക്ഷേപിക്കുമ്പോൾ പലപ്പോഴും പ്രലോഭനം സംഭവിക്കുന്നു. നടപടി തെറ്റായ പ്രാതിനിധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ ഇര സ്വമേധയാ പ്രവർത്തിക്കുമ്പോഴും നിയമം പ്രലോഭനത്തെ അംഗീകരിക്കുന്നു. അവസാന ഘടകം കേടുപാടുകളോ നഷ്ടമോ ആണ്. പണമോ സ്വത്തോ നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആധുനിക സൈബർ ഹോളോഗ്രാഫിക് തട്ടിപ്പുകളിൽ വൈകാരിക ആഘാതവും വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതും യാഥാർത്ഥവും ഗുരുതരവുമായ പ്രത്യാഘാതങ്ങളായി കോടതികൾ കൂടുതലായി അംഗീകരിക്കുന്നു. അത്തരം നാശനഷ്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടാൽ വഞ്ചനയുടെ കുറ്റകൃത്യം നിയമപരമായി പൂർത്തിയാകും. അതിനാൽ ഹോളോഗ്രാഫിക് തട്ടിപ്പ് സാങ്കേതികമായി പുരോഗമിച്ചതും പുതിയതുമാണെന്ന് തോന്നുമെങ്കിലും അത് പൂർണ്ണമായും നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് കീഴിലാണ്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓരോ പുതിയ ഉപകരണത്തിനും നിയമവ്യവസ്ഥയ്ക്ക് പ്രത്യേകം കുറ്റകൃത്യം ആവശ്യമില്ല. ഉദ്ദേശം, വഞ്ചന, പ്രലോഭനം, ദോഷം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അല്ലാതെ രീതിയുടെ പുതുമയിലല്ല. ഇന്ത്യൻ നിയമ സംഘടനയ്ക്ക് കീഴിലുള്ള ബാധകമായ നിയമങ്ങളും ശിക്ഷാവിധികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഹോളോഗ്രാഫിക് തട്ടിപ്പുകളെ കേസിൻ്റെ വസ്തുതകളെ ആശ്രയിച്ച് സ്വതന്ത്രമായോ സംയോജനമായോ ഇന്ത്യൻ പീനൽ കോഡിനും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കീഴിൽ ഫലപ്രദമായ വിചാരണ ചെയ്യാം. ഏറ്റവും സാധാരണയായി പ്രയോഗിക്കപ്പെടുന്ന വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 420. ഇത് വഞ്ചനയും സത്യസന്ധതയില്ലാതെ സ്വത്ത് കൈമാറാൻ പ്രേരിപ്പിക്കുന്നതും കൈകാര്യം ചെയ്യുന്നു. പണം, സ്വത്ത് അല്ലെങ്കിൽ വിലയേറിയ സെക്യൂരിറ്റി എന്നിവ കൈമാറാൻ ഒരു വ്യക്തിയെ വഞ്ചിക്കാൻ ഒരു ഹോളോഗ്രാം അല്ലെങ്കിൽ വെർച്വൽ ആൾമാറാട്ടം ഉപയോഗിക്കുമ്പോൾ ഈ സെക്ഷൻ വ്യക്തമായി ആകർഷിക്കപ്പെടുന്നു. സെക്ഷൻ 420 പ്രകാരമുള്ള ശിക്ഷ 7 വർഷം വരെ തടവും പിഴയും നീട്ടാൻ കഴിയും. ഇത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പ്രതിഫലിപ്പിക്കുന്നു. വ്യക്തിപരമായ വഞ്ചനയെ അഭിസംബോധന ചെയ്യുന്ന IPC സെക്ഷൻ 419 മറ്റൊരു പ്രസക്തമായ വ്യവസ്ഥ. ഹോളോഗ്രാഫിക് തട്ടിപ്പിൽ പലപ്പോഴും കമ്പനി എക്സിക്യൂട്ടീവ്, സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അറിയപ്പെടുന്ന പരിചയക്കാരൻ പോലുള്ള മറ്റൊരു വ്യക്തിയായി നടിക്കുന്നത് ഉൾപ്പെടുന്നു. ആരെയെങ്കിലും വഞ്ചിക്കാൻ ഐഡൻറ്റിറ്റി തെറ്റായി അനുമാനിക്കുമ്പോൾ ഈ വകുപ്പ് ബാധകമാണ്. സെക്ഷൻ 419 പ്രകാരമുള്ള ശിക്ഷയിൽ 3 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഉൾപ്പെടുന്നു. വ്യാജ ഡിജിറ്റൽ രേഖകൾ, വ്യാജ ക്രെഡൻഷ്യലുകൾ അല്ലെങ്കിൽ കൃത്രിമ ഇലക്ട്രോണിക് രേഖകൾ എന്നിവ വഴി ഹോളോഗ്രാഫിക് തട്ടിപ്പിനെ പിന്തുണയ്ക്കുമ്പോൾ വഞ്ചനയ്ക്കായി വ്യാജരേഖ ചമയ്ക്കുന്നത് കൈകാര്യം ചെയ്യുന്ന IPC സെക്ഷൻ 468 ബാധകമാകും. പല ഹോളോഗ്രാഫിക് തട്ടിപ്പുകളിലും കെട്ടിച്ചമച്ച സർട്ടിഫിക്കറ്റുകൾ, കരാറുകൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി തെളിവുകൾ എന്നിവ ഉൾപ്പെടുന്നതിനാൽ ഈ വിഭാഗം നിർണായക പങ്ക് വഹിക്കുന്നു. 7 വർഷം വരെ തടവും പിഴയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് വ്യാജരേഖകളോ ഇലക്ട്രോണിക് രേഖകളോ യഥാർത്ഥമായി ഉപയോഗിക്കുമ്പോൾ IPC സെക്ഷൻ 471 ബാധകമാണ്. പ്രതി വ്യക്തിപരമായി വ്യാജ മെറ്റീരിയൽ സൃഷ്ടിച്ചെങ്കിലും ഒരു ഹോളോഗ്രാഫിക് ആശയവിനിമയ സമയത്ത് അറിഞ്ഞുകൊണ്ട് അതിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ പോലും ഈ വകുപ്പിന് കീഴിലുള്ള ബാധ്യതകൾ ഉയർന്നു വന്നേക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സൈബർ പ്രാപ്തമാക്കിയ തട്ടിപ്പുകളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷനെ ശക്തിപ്പെടുത്തുന്നു. IT നിയമത്തിലെ സെക്ഷൻ 66D
കമ്പ്യൂട്ടർ വിഭാഗങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളെ കബളിപ്പിക്കുന്നത് പ്രത്യേകമായി ഉൾക്കൊള്ളുന്നു. കമ്പ്യൂട്ടറുകൾ, സോഫ്റ്റ്വെയർ നെറ്റ്വർക്കുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെ ആശ്രയിക്കുന്ന ഹോളോഗ്രാഫിക് തട്ടിപ്പ് ഈ വ്യവസ്ഥയുടെ പരിധിയിൽ വരുന്നു. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് നിർദ്ദിഷ്ട ശിക്ഷ. വ്യക്തിഗത ഡാറ്റ, ബയോമെട്രിക് വിശദാംശങ്ങൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡൻറ്റിറ്റികൾ എന്നിവ ഹോളോഗ്രാഫിക് ആൾമാറാട്ടം സൃഷ്ടിക്കാൻ ദുരുപയോഗം ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മോഷണം കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ 66C പ്രസക്തമാകും. ഐഡൻറ്റിറ്റി തന്നെ നിയമപരമായി സംരക്ഷിക്കപ്പെടുന്ന സ്വത്താണ് ഈ വിഭാഗം അംഗീകരിക്കുന്നു. ശിക്ഷയിൽ 3 വർഷം വരെ തടവും പിഴയും ഉൾപ്പെടുന്നു. ഹോളോഗ്രാഫിക് തട്ടിപ്പുകൾ അപൂർവമായി മാത്രമേ ഒരു വ്യക്തി നടത്തുന്നുള്ളൂ. അവർ പലപ്പോഴും സാങ്കേതിക വിദഗ്ധർ, ആൾമാറാട്ടം നടത്തുന്നവർ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, കോർഡിനേറ്റർമാർ എന്നിവയുടെ ഒരു ശൃംഖല ഉൾക്കൊള്ളുന്നു. രണ്ടോ അതിലധികമോ വ്യക്തികൾ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാൻ സമ്മതിക്കുമ്പോൾ ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ 120B ബാധകമാകുന്നു. ദൃശ്യമായ കുറ്റവാളിയെ മാത്രമല്ല, തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള മുഴുവൻ സംഘടിത വഞ്ചന ശൃംഖലയെയും ശിക്ഷിക്കാൻ ഇത് നിയമത്തെ അനുവദിക്കുന്നു. അന്താരാഷ്ട്ര നിയമവീക്ഷണം ആഗോളതലത്തിൽ ഹോളോഗ്രാഫിക് തട്ടിപ്പുകളെ നിരുപദ്രവകരമായ സാങ്കേതിക തന്ത്രങ്ങളായിട്ടല്ല, മറിച്ച് ഗുരുതരമായ സൈബർ കുറ്റകൃത്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. സൈബർ കുറ്റകൃത്യ നിയമങ്ങൾ, ഐഡൻറ്റിറ്റി മോഷണ നിയമങ്ങൾ, ഇലക്ട്രോണിക് വഞ്ചന നിയമങ്ങൾ എന്നിവ പ്രകാരം വിവിധ രാജ്യങ്ങളിൽ ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ കേസെടുക്കുന്നു. നിരവധി ഹോളോഗ്രാഫിക് തട്ടിപ്പുകൾ അതിർത്തികൾക്കപ്പുറത്ത് നടക്കുന്നതിനാൽ അന്താരാഷ്ട്ര സഹകരണവും കൈമാറൽ ഉടമ്പടികളും കൂടുതലായി നടപ്പാക്കപ്പെടുന്നു. പല അധികാരപരിധികളും ഇപ്പോൾ അവരുടെ നിയമചട്ടക്കൂടുകൾ സജീവമായി അപ്ഡേറ്റ് ചെയ്യുന്നു. ഡീപ്പ് ഫേക്ക് സാങ്കേതികവിദ്യ, വെർച്വൽ ആൾമാറാട്ടം, AI ജനറേറ്റ് ചെയ്ത വഞ്ചന എന്നിവ വ്യക്തമായി ഉൾപ്പെടുത്തുന്നു. ദൃശ്യ ആധികാരികത ഇനി മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്നു. സാങ്കേതിക പരിണാമം നിയമപരമായ ജാഗ്രതയുമായി പൊരുത്തപ്പെടണമെന്ന ആഗോള അംഗീകാരത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. നിയമപരമായി നേരിടുന്നതിന് വെല്ലുവിളികളും ഉണ്ട്. നിയമപരമായ വ്യവസ്ഥകൾ ലഭ്യമാണെങ്കിലും ഹോളോഗ്രാഫിക് തട്ടിപ്പ് കേസുകൾ വിചാരണ ചെയ്യുന്നത് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നു. അജ്ഞാത ഡിജിറ്റൽ ഐഡൻറ്റിറ്റികൾ, എൻക്രിപ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമുകൾ, വിദേശ സെർവറുകൾ എന്നിവയുടെ ഉപയോഗമാണ് ഒരു പ്രധാന പ്രശ്നം. ഇത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തട്ടിപ്പുകാർ പലപ്പോഴും ഒന്നിലധികം അധികാര പരിധികളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഇത് അന്വേഷണത്തെയും അധികാരപരിധിയെയും സങ്കീർണമാക്കുന്നു. ഇരകൾക്കിടയിൽ സാങ്കേതിക അവബോധത്തിൻ്റെ അഭാവമാണ് മറ്റൊരു വെല്ലുവിളി. നിർണായക ഡിജിറ്റൽ തെളിവുകൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്ന നാണക്കേടും ആശയക്കുഴപ്പവും കാരണം പല ഇരകളും കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം വരുത്തുന്നു. കൂടാതെ വഞ്ചന സാങ്കേതിക വിദ്യകളുടെ ദ്രുതഗതിയിലുള്ള പരിണാമം അർത്ഥമാക്കുന്നത് ഒരു രീതി മനസ്സിലാക്കുമ്പോഴേക്കും കുറ്റവാളികൾ ഇതിനകം മറ്റൊന്നിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. എന്നിരുന്നാലും സത്യം കണ്ടെത്തുന്നതിന് കോടതികൾ ഡിജിറ്റൽ ഫോറൻസിക്സ്, വിദഗ്ധ സാങ്കേതിക സാക്ഷ്യം, IP അഡ്രസ് ട്രാക്കിംഗ്, മെറ്റാ ഡാറ്റ വിശകലനം, ഇലക്ട്രോണിക് തെളിവുകൾ എന്നിവയെ കൂടുതലായി ആശ്രയിക്കുന്നു. ഈ ഉയർന്നു വരുന്ന ഭീഷണിയോടുള്ള ശക്തമായ നിയമപരമായ പ്രതികരണത്തെ സൂചിപ്പിക്കുന്ന നൂതന സൈബർ ഹോളോഗ്രാഫിക് കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമനിർവഹണ ഏജൻസികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. സാങ്കേതിക വിദ്യ വികസിച്ചേക്കാം, പക്ഷേ നമ്മുടെ അവബോധവും മാറിയേക്കാം. നിയമവിദഗ്ധരും ഉത്തരവാദിത്തമുള്ള പൗരന്മാരും എന്ന നിലയിൽ നാം നമ്മെയും മറ്റുള്ളവരെയും ബോധവൽക്കരിക്കണം. അറിവ് പ്രചരിപ്പിക്കുന്നതിലൂടെയും ജാഗ്രതയോടുള്ള പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും നമുക്ക് തട്ടിപ്പുകാരുടെ ശക്തി കുറയ്ക്കാൻ കഴിയും. നമുക്ക് ജാഗ്രതയോടെയും അറിവോടെയും സജീവവുമായും തുടരാം. സാങ്കേതികവിദ്യ മനുഷ്യരാശിയെ സേവിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലഭിച്ച സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.